വീട്ടിൽ നിന്ന് വയർ ചെയ്യുന്ന കണ്ടിട്ട് വെറുതെ ഒന്ന് കയറി നോക്കിയതാ. അപ്പോൾ കുറച്ച് പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ ആള് വയറിന്റെ ലെങ്ത് വെച്ച് നമുക്കിപ്പോൾ ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു കൂടി വന്നാൽ ഒരു 5 ഇഞ്ച് അല്ലെ ഒരു 6 ഇഞ്ച് വയറിന് നീളുള്ളൂ. 6 ഇഞ്ച് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7 ഇഞ്ച് വയറിന് നീളം വെച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതൊരു വയറ് വലിച്ചതാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഇത്ര സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ കാണത്തുള്ളൂ. അതായത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ തുറന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് ആൾ വയറിട്ടത്. അപ്പോൾ എന്നിട്ട് ആളോട് ഞാൻ ചോദിച്ചു ഇതെന്താ ഇത്ര കുറച്ച് വയറിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് വയറിന് പൈസ നല്ല കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ക്ലയന്റിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ വയറിങ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വയറിന്റെ നീളം കുറച്ചിട്ട് ഇട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പഴയ ആൾക്കാരാകുമ്പോൾ അവരേതായ രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനിയിപ്പം അങ്ങനെ ഇട്ടതുകൊണ്ട് തെറ്റുന്നൊന്നും ഒരിക്കലും പറയുന്നില്ല കേട്ടോ. നമ്മൾ കുറഞ്ഞത് ഒരു വയറിന്റെ നീളം ഒരടിയും ഒരു 1 ഫീറ്റിങ് നമ്മൾ ഇടും. അതായത് സ്വിച്ച് ബോർഡ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് സ്വിച്ച് ബോർഡ് എടുക്കുന്നത് ഇവിടെ ഒരടി കറക്റ്റ് ആയിട്ട് ചെയ്യും. പരമാവധി മാക്സിമം ആ ഒരടി തന്നെ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. പിന്നെ പരമാവധി കേബിൾ ടൈകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വയറുകൾ ബന്ദ് ചെയ്യൽ. ഫേസ് ആണെങ്കിൽ ഫേസിന്റെ വയറുകൾ മാത്രം ഒരു ലെയർ ആക്കും. അതുപോലെ തന്നെ എർത്ത് വേറെ ലെയർ, ന്യൂട്രൽ വേറൊരു ലെയർ. വയറുകൾ കുറച്ചും കൂടി നീളത്തിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊന്ന് മെയിൻ്റെനൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബോർഡ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലെങ്ത്തിൽ നമുക്കിപ്പം വെക്കാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും ലൂപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവും. ഒരുപാട് നീളത്തിൽ ഇട്ട് വെച്ചിട്ട് വയറങ്ങ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. കാരണം ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം ഒരു ഇഞ്ച് മാത്രമേ നമുക്ക് വേസ്റ്റേജ് പോകുന്നുള്ളൂ. നമ്മൾ തന്നെ ആവണമെന്നില്ല ഈ ഒരു വീട് അല്ലെങ്കിൽ നിങ്ങളെടുത്തൊരു വീടിന്റെ മെയിൻ്റെനൻസിന് പോകുന്നത്. അപ്പൊ അടുത്തൊരാൾ വരുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല ഒരു കാരണവശാലും. അപ്പൊ അത്തരം രീതിയിൽ വയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗുണമാണ്. പിന്നെ ഇത് ചിലപ്പോൾ ഇതൊന്നും ക്ലയന്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളണമെന്നില്ല. കാരണം അവർ പെട്ടെന്ന് കാണുമ്പം അവർ ചോദിക്കും എന്താ ഇത്ര കാര്യം വയറുകൾ ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആൻസറുകൾ പറയാൻ പറ്റണം. ആപ്പുകളിൽ നമ്മൾ വൈറ്റ് സിമെന്റ് ഇട്ട് പാക്ക് ചെയ്തിട്ട് അത് ഉറുമ്പ് വരാനുള്ള ഒരു ചാൻസ് ഇവിടെ കൊടുക്കുന്നില്ല ഈ ബോർഡുകളൊന്നിനും. മാക്സിമം ശ്രദ്ധിച്ചിട്ട് ഞാനിപ്പം വയറിങ് ചെയ്യില്ല. അപ്പം എന്തെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ 100% ഇലക്ട്രീഷ്യനാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മളാലാവുന്ന രീതിയിൽ കംപ്ലൈന്റുകൾ ഇല്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ വലിയ ഉപകാരം. അപ്പോൾ മേസരിമാരെടുക്കുന്നൊക്കെ പഠിച്ച അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പരമാവധി കണ്ണിങ്ങായ രീതിയിൽ തന്നെയാണ് ചെയ്യല്. അപ്പൊ അത് പരമാവധി നമ്മളിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റി. ഇപ്പം നമ്മളും അത്തരം രീതികൾ പരമാവധി ഉപയോഗിക്കാൻ ഈ വരുന്ന ടെക്നോളജികൾ എന്തെല്ലാന്നുള്ളത് അത് നമ്മൾ പഠിച്ചിട്ട് അത് പരമാവധി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അന്നേരത്തെ നമ്മൾ കണ്ടതാണ് ഇവർ ഇത്തരം ലെങ്ത്തുകളിൽ വയറുകൾ ഇടുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഏതെങ്കിലും കാലത്ത് നിങ്ങളായാലും ശരി ഇനി വേറൊരാളും ശരി മെയിൻ്റെനൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഈ 4 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ വയറുകൾ എന്തെങ്കിലും ബേണായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കണമെന്ന് അന്ന് ആ സമയത്ത് പോലും നമ്മളെടുക്ക പറഞ്ഞത്. 1.5 വയറുകളാണ് നമ്മളിപ്പം ഇവിടത്തേക്ക് വേണ്ടുന്ന സർക്യൂട്ടുകൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എർത്ത് ഇട്ടത് 2.5 ആണ് കേട്ടോ എർത്ത് ഇടുന്നത്. അതായത് ഒരു പടി മുന്നിലാണ് എർത്തിന്റെ കാര്യം. അതായത് നമ്മൾ ഇട്ട 1.5 ആണെങ്കിൽ തന്നെ നമ്മൾ ഇടുന്ന എർത്തിങ് 2.5 എർത്താണ് എല്ലാ ബോർഡുകൾ ടു ബോർഡ് ലൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ വന്ന കറണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് അതിന് സ്ട്രെങ്ത് നമുക്ക് അത് തിരിച്ച് എർത്തിങ്ങിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് നമ്മൾ എർത്ത് വയറിനുണ്ടാവണം. അതുകൊണ്ട് തന്നെ മാക്സിമം 2.5 4ന്റെ വയർ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറഞ്ഞത് നമ്മൾ 2.5 വയറുകളാണ് എർത്തിന് ഉപയോഗിക്കുന്നത്. വീഡിയോ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ പുതിയ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. എന്തായാലും നമ്മളും എല്ലാം പഠിച്ചിട്ട് അങ്ങ് ടോപ്പ് ലെവലിൽ എത്തിയാണെന്നല്ല, പഠിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മളെല്ലാം. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ കുറച്ചാണെങ്കിലും അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ എന്നാൽ